സ്വലാത്തിന്റെ ദിവസമാണ്. നമ്മുടെ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബേജാറുകളും റബ്ബായ അകറ്റിത്തരാൻ, റബ്ബായ അല്ലാഹു നീക്കിത്തരാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് സ്വലാത്തു അലൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മേലിൽ ധാരാളമായി സ്വലാത്ത് തരുന്നു. ഒരിക്കലും പാഴാകാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അമലാണ് സ്വലാത്ത്. നമ്മുടെ ഉമ്മമാർക്കൊക്കെയും ഒരു ആദത്തുണ്ട്, ഒരു പതിവുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോയ സാധനം അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് അതിന്റെ വർക്കത്തോട് അല്ലാഹു തആല ആ സാധനം നമ്മുടെ കയ്യിൽ തിരിച്ചു. എത്രയോ ഉദാഹരണം. 2-3 ദിവസമായി, 3-4 ദിവസം നമ്മുടെ പറഞ്ഞ് ഗ്യാസ് തീരാനായി, ഗ്യാസ് തീരാനായി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് എടുത്തിട്ട് അതിന്റെ ബുക്കുണ്ടാകും എവിടെ വെച്ചിരുന്ന 4 ദിവസങ്ങളും വീടായ മക്കളും ഭാര്യയും എല്ലാം കൂടി ഫുള്ള് സെർച്ച്. അപ്പൊ ഭാര്യ പറയും എത്രയോ സമയം കിട്ടാത്ത സാധനങ്ങളാണ് പറയണ്ടത്, അതെല്ലാം കിട്ടി, പുസ്തകം കിട്ടി, ഇത് കിട്ടില്ല, ബുക്ക് കിട്ടി, ആകെ വരിക. സ്വലാത്ത് എന്റെ ഭയങ്കര ഇതാണ്. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുണ്ട്. അങ്ങനെ സ്വലാത്ത് എഴുതിയിട്ടാണ് കുട്ടികളൊക്കെ ഇന്നലെ ഞമ്മ ക്ലാസിന്റെ അവസാനം സ്വലാത്ത് വരുമ്പോ ഇങ്ങനെ എന്റെ മനസ്സിൽ ചെറിയൊരു ഇമ്പന്റ് ഉണ്ടാവും. എന്റെ മനസ്സിൽ ചെറിയൊരു സ്വലാത്ത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ പാട് കാര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്നില്ല. അനുഭവമാണ്. സ്വലാത്ത് കൊണ്ട് എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇസ്ലാമിൽ ഒരു അറബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ച, സ്വലാത്തിനെ സ്നേഹിച്ച ഒരു മുസ്ലിമായ അറബിയായ ഒരു മനുഷ്യന്റെ ഒരു സംഭവമാണ്. അദ്ദേഹം ഇവിടെ പോലെയാണ്. റസൂലുള്ളാഹി നമ്മളെ ഇഷ്ടി വെക്കുന്ന ആളാണ്, എപ്പോഴും സ്വലാത്ത് എഴുതുന്ന ആളാണ്, ധാരാളം സ്വലാത്ത് എഴുതും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും സ്വലാത്ത് മുഖേന ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് നിർദ്ദേശിക്കുന്ന മനുഷ്യൻ. പക്ഷെ അയാളുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, യഹൂദിയാണ്, ഒരു ജൂത മനുഷ്യനാണ്, യഹൂദിയാണ്. അയാൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അലർജിയാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അലർജിയാണ്. പക്ഷെ ഈ മുസ്ലിമായ അറബിയായ മനുഷ്യൻ അയാളുടെ അടുത്ത് ആര് വന്നാലും, എന്ത് വേദന പറഞ്ഞാലും, എന്ത് പ്രശ്നം പറഞ്ഞാലും, അല്ലെ നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, സ്വലാത്ത് ചെല്ലുന്നുണ്ടോ നിന്റെ ഹമ്മ തീർത്തു തരും. കാരണം ഹബീബ് ആരാണ്? ഹബീബുള്ളയാണ്, അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലെ, റസൂലുള്ളയാണ്, നബിയുള്ളയാണ്, ഹബീബുള്ളയാണ്, ഖലീലുള്ളയാണ്. അവ അത്രയും വലിയ അല്ലാഹുമായി അടുത്ത ഹബീബായ തങ്ങളെ സ്നേഹിക്കുമ്പോ നമ്മളെ അല്ലാഹ് സ്നേഹിക്കാതിരിക്കോ? നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതിരിക്കോ? ഇരിക്കൂല. എന്തിനു പരിഹാരം? പക്ഷെ ഈ മുസ്ലിമായ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് യഹൂദിയായ മനുഷ്യർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോ യഹൂദിയായ മനുഷ്യൻ ഒരു പ്ലാൻ ചെയ്തിട്ടറിയോ, ഇയാളെ ഈ ഒരു ഹബീബുമായുള്ള ബന്ധം, ആ കണക്ഷൻ ഒന്ന് ഇല്ലാതെയാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ യഹൂദിയായ മനുഷ്യർക്ക് ബഗ്ദാദിലേക്ക് ഒരു യാത്ര പോകാനാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അന്നത്തെ കാലം ബഗ്ദാദിലേക്ക് പോയി വരാൻ 40 ദിവസം വേണമെന്നാണ്. അപ്പൊ 40 ദിവസത്തിന്റെ തുടരെയായ യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോ ഈ യഹൂദിയായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു യാത്ര പോകാൻ, അതുകൊണ്ട് എന്റെ കയ്യിൽ വല്ലാത്ത വിലമതിപ്പുള്ള ഒരു രത്നത്തിന്റെ കല്ലുണ്ട്, ഒരു മുത്തിന്റെ ഒരു കല്ല് എന്റെ കയ്യിലുണ്ട്. അത് ഞാനിപ്പോ യാത്ര പോയാൽ എന്റെ വീടത് സേഫ്റ്റി അല്ലല്ലോ, എന്റെ വീടത് സേഫ്റ്റി അല്ല. അതുകൊണ്ട് ആ സാധനം നിന്റെ കയ്യിൽ ഞാൻ തരും. ഞാൻ നാട്ടിലേക്ക് ബഗ്ദാദിൽ നിന്ന് തിരിച്ചു വന്നാൽ അതെന്റെ കയ്യിൽ എത്തിക്കൊള്ളണം. അദ്ദേഹത്തിന് ഈ മുസ്ലിമായ അറബിയായ മനുഷ്യർക്ക് ഒരു ഭാര്യയും വീട്ടിൽ 2 ആളാണ്. അപ്പൊ ഭാര്യയ്ക്ക് പോലും അറിയാത്ത രൂപത്തിൽ യഹൂദിയായ മനുഷ്യൻ ഇയാളെ കയ്യിൽ ആ മുത്ത് കൊടുത്തു. ഈ മനുഷ്യൻ അതിനാരും കാണാത്ത ഒരു സ്ഥലത്തിൽ അതിനെ സൂക്ഷിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ബഗ്ദാദിലേക്കുള്ള യാത്ര പോകുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് ബഗ്ദാദിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കൊടുത്ത് ഈ മുസ്ലിമായ മനുഷ്യൻ അതിനെ വേണ്ടതുപോലെ അതിനെ വെക്കേണ്ട സ്ഥലത്തിൽ ആരും ഭാര്യ പോലും അറിയാതെ എടുത്തു വെച്ചു. അങ്ങനെ കൊടുത്തിട്ട് ബഗ്ദാദിലേക്ക് പോകുന്നതിന് മുമ്പ് പണ്ടത്തെ വീടല്ലേ, ഇന്നത്തെ പറഞ്ഞ നമ്മുടെ വീടല്ലല്ലോ, പറയും സൗകര്യം ഒക്കെ ഉണ്ട്, പണ്ടത്തെ വീടാണ്. പക്ഷെ ഈ 3 ദിവസത്തിന്റെ ഇടയിൽ യഹൂദിയായ മനുഷ്യൻ അറിയോ, ഈ യഹൂദിയായ മനുഷ്യൻ ഈ മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിൽ അറിയാതെ കയറി, എന്നിട്ട് അയാൾ കൊടുത്ത ആ മുത്ത് ആരും അറിയാതെ 2ാമത് കൊണ്ടുപോയി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ ബഗ്ദാദിലേക്ക് യാത്ര പോയി. അങ്ങനെ ബഗ്ദാദിലെത്തിയപ്പോൾ അവിടെ ഒരു കടലുകളിൽ ഒരു തോണി കയറി. എന്നിട്ട് ആ തോണിയിലൂടെ കടലിൽ യാത്ര ചെയ്തു. കടലിന്റെ ഏകദേശം അപ്പുറത്തിയപ്പോ ഈ കയ്യിലുള്ള മുത്ത് ഭയങ്കര വിലയുള്ള സാധനമാണ്. ആ മുത്തിനെ അയാൾ കടലിലേക്ക് വലിച്ചു. എന്തിനാണ്? വേണ്ട സാധനം പറയാൻ പ്രശ്നമില്ല, ഈ മുസ്ലിമായ മനുഷ്യരത് പരാജയപ്പെടുത്തണം. എപ്പോഴും സ്വലാത്ത് കൊണ്ട് പരിഹാരം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോ ഭയങ്കരമായ മഹബത്ത്, സ്നേഹം, അതിനെ പരാജയപ്പെടുത്തണം. എന്റെ മുത്ത് പോയാലും പ്രശ്നമില്ല, അയാളെ കൊണ്ട് പരാജയപ്പെടുത്തണം എന്ന നീയത്തോടെ പറയാൻ അമ്മായിമാരൊക്കെ
അമ്മായി മകൻ ഞാൻ നിസ്സാര പ്രശ്നമല്ല, എന്നെ മരുമോളെ നേരിപ്പിക്കണം, ഞാൻ ഭയങ്കര സാരമില്ല, മരുമോള് നേരിടണം. അത് ഒരു സ്വഭാവക്കാരനുണ്ട്. അപ്പൊ ഓന്റെ ഈ ഔദ്യ മനുഷ്യന്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്, എന്റെ വിലയുള്ള സാധനം പോയാലും പ്രശ്നമല്ല, അയാൾ നോക്കണോ. പക്ഷെ ഇതൊന്നും അറിയില്ല. ഈ മുസ്ലിമായ അറബിയായ മനുഷ്യർക്ക് ഇതൊന്നും അറിയില്ല. ഇയാളെ കൊടുത്തത് ഭാര്യ പോലും അറിയാത്ത രൂപത്തിൽ അയാൾ എടുത്തു വെച്ചതാണ്. പിന്നെ രണ്ടാമത് തിരിച്ചു നോക്കാനോ അതിന് നോക്കാനൊന്നും പോയില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. 40 ദിവസമാവാനായി. അയൽവാസിയായ യഹൂദി യാത്ര പോയി തിരിച്ചു വരാനായപ്പോൾ ആ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, ഓ ഭാര്യ, നമ്മുടെ അയൽവാസി യാത്ര പോയി തിരിച്ചു വരാനായില്ലേ? അയാൾ വരുമ്പോ അയാൾക്ക് ഞങ്ങളൊരു സദ്യ കൊടുക്കണ്ടേ, അയാൾക്ക് ഞങ്ങളൊരു നിയാഫത്ത് കൊടുക്കണ്ടേ, ഒരു സദ്യ കൊടുക്കണ്ടേ? ആ യഹൂദിയായാലും മുസ്ലിമീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അല്ലെ, നീ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം. അയൽവാസിയെ ബഹുമാനിക്കണം. മതം നോക്കിയിട്ടല്ല, അവൻ മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല. അയൽവാസി ആരായാലും വിരുന്നുകാരെ ആരായാലും അയാളെ ബഹുമാനിക്കണം. അതുകൊണ്ട് ഭാര്യ, അയൽവാസി വരാനായി, അയാൾക്ക് ഞങ്ങൾ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസാറിലേക്ക് പോയി. ഈ മുസ്ലിമായ അറബിയായ മനുഷ്യൻ ബസാറിൽ പോയിട്ട് നല്ല ഉഷാറുള്ള മുന്തിയ വലിയ ഒരു മത്സ്യം, വലിയ മുന്തിയ ഒരു മീൻ, ഒരു മത്സ്യം മാർക്കറ്റിൽ നിന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നു. എന്റെ അയൽവാസിയെ സൽക്കരിക്കാനാണ്. അങ്ങനെ അയൽവാസി യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. നേരെ വന്നത് മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലാണ്. വീട്ടിൽ വന്നപ്പോൾ ഈ മുസ്ലിമായ അറബിയായ മനുഷ്യൻ പറഞ്ഞു, മാഷാ അല്ലാഹ്, വന്നില്ലേ, നിങ്ങൾ ഇരിക്കൂ, കുറെ ദിവസം കഴിഞ്ഞിട്ട് വന്നതല്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സദ്യ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ യഹൂദി പറയാൻ, സദ്യ അല്ല പിന്നെ, എന്റെ സാധനം പറ്റേ, സദ്യ അല്ല പിന്നെ, ഇവിടെ സാധനം പറ്റേ, നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുമ്പോ ഏൽപ്പിച്ചു പോയ സാധനമല്ലോ, അത് ആദ്യം, പിന്നെ സദ്യ പിന്നെയാണ്, സൽക്കാരം പിന്നെ, സാധനം ഫസ്റ്റ്. സമാധാനം യാത്രയിൽ പോയിട്ട് വന്നിട്ട് അതെന്താ പറ്റാണ്, ഫസ്റ്റ് നമുക്ക് നമ്മുടെ സാധനമാണ്. അങ്ങനെ ഈ മുസ്ലിമായ മനുഷ്യൻ അയാൾ സൂക്ഷിച്ചു വെച്ച ആ സ്ഥലത്തിൽ നിന്ന് മുത്തു കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ സാധനം, മനുഷ്യൻ പോകുമ്പോ വരുമ്പോ സ്ഥലത്തിനായിരിക്കും, സ്ഥലത്തിന്റെ ആണല്ലേ, പോകുമ്പോ വരുമ്പോ സ്ഥലത്തിനായിരിക്കും, പക്ഷെ സാധനമില്ല. ആകെ വരാറാണ്. വളരെ നീയത്തോട് കരുത്തോട് ലഭിച്ചതാണ്. ചെയ്യാറില്ല. ഞാൻ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടും എന്റെ മനസ്സിലുള്ള ഈമാൻ അതിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണെന്ന് മുസ്ലിമായ മനുഷ്യൻ അറിയില്ല. നോക്കുമ്പോ സാധാരണമാണ്. ഞാനാണെങ്കിലോ അതിനെ കൊണ്ടുപോയിട്ട് ബഗ്ദാദിന്റെ കടലിൽ ഇറങ്ങി വന്നതാണ്. സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് നല്ല പുതിയ മീനെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഭാര്യയ്ക്കിതൊന്നും അറിയില്ല. ഈ രണ്ടാളുടെ ഇടയിൽ, അയൽവാസികളുടെ ഇടയിലുള്ള ഈ ഇടപാട് ഭാര്യയ്ക്ക് അറിയില്ല. ആരും അറിയിച്ചിട്ടില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വെച്ച് ഭാര്യ വലിയ മത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആ മത്സ്യം ഇങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിനെ ആദ്യം ഇങ്ങനെ പൊരിക്കാൻ പുറത്തില്ല. കുതിർത്തല്ലേ ആ ഭാര്യ ഇങ്ങനെ പൊരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നിട്ട് പൊരിച്ച സമയത്ത് ആദ്യം കാണുന്നത് വളരെ സുന്ദരമായ ഒരു മുത്താണ്, ഒരു കല്ലാണ്. ഭാര്യക്ക് അത്ഭുതമായി, എന്തൊരു അവസ്ഥയാണ് ഈ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ രക്തത്തിന്റെ കല്ല്. ഭാര്യ അത്ഭുതത്തോടെ ഭർത്താവിനെ വിളിക്കുകയാണ്. പക്ഷേ ഭർത്താവ് ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം ഭർത്താവിന്റെ മനസ്സിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച സാധനമില്ല. യഹൂദിയാണെങ്കിലോ എവിടെ നിന്ന് ചോദിക്കുന്നത്, യഹൂദിക്ക് ഉറപ്പാണ് വെച്ച സ്ഥലത്ത് സാധനമില്ല, കൊണ്ടുപോയിട്ടുണ്ട്, എറിയേണ്ട സ്ഥലത്തിന് എറിഞ്ഞിട്ടുണ്ട്. യഹൂദി എവിടെയാണ്? ഭാര്യ ഒരു ഭാഗത്തിന്റെ വിളിക്കുന്നത്, ഇയാളൊരു ഭാഗത്ത് സെർച്ച് ചെയ്യാണ്, നോക്കാതെ ഇല്ല. ഭാര്യ ഇങ്ങനെ അട്ടാസിച്ച് വിളിച്ചപ്പോ ഈ മനുഷ്യനോട്ട് ഓടിയെത്തി നോക്കുമ്പോ ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ കൊണ്ടുവന്ന മത്സ്യം, ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നോക്കൂ, സാധനം എന്തോ ഒരു പ്രത്യേകമായ സാധനം. ഇയാളെങ്കിൽ എടുത്തു നോക്കുമ്പോ യഹൂദിയായ മനുഷ്യൻ സൂക്ഷിക്കാൻ വേണ്ടി തന്ന അതേ കല്ല എന്റെ കൈ കിട്ടിയപ്പോ ഈ മുസ്ലിമായ മനുഷ്യൻ ബോധം കെട്ടു വീണു. അങ്ങനെ യഹൂദിയായ മനുഷ്യൻ അടുക്കളയിൽ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇയാള് ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്ത ആ കല്ല് മുസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അയാൾ ബോധം കിട്ടും. ഈ മനുഷ്യൻ ഇത് കണ്ടപ്പോ യഹൂദിയായ മനുഷ്യൻ അട്ടഹാസിച്ച് കരയാൻ തുടങ്ങി. എന്തൊരവസ്ഥയാണ്! ഈ രണ്ടാളെ മുഖം നോക്കിയിട്ട് ഭാര്യ ഇങ്ങനെ അന്താരിച്ചിരിക്കുകയാണ്. ഭർത്താവ് ബോധമില്ല, ഇയാൾ കരയുന്നത്. ഭാര്യ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മൂന്നാള് രണ്ടാളെ മുഖം നോക്കാൻ. എന്തൊരവസ്ഥയാണിത്! അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കുതിരത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരാളെ അള്ളാഹു താല സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ ഏത് കടലയല്ല എവിടെ എറിഞ്ഞാലും അള്ള തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അള്ളാഹ് പ്രയാസമല്ല. ഇയാൾ എറിഞ്ഞ ആ ഒത്തിന് അന്ന് ആ കടലുണ്ടായിരുന്ന മത്സ്യം അതിന് ഒഴുകിയതാണ്. ആ മത്സ്യം എത്തിയത് ഈ മുസ്ലിമായ മനുഷ്യന്റെ നാട്ടിലേക്കാണ്. സദ്യ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്വന്തം വീട്ടിലെത്തി. വിളിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഏൽപ്പിച്ച കല്ല് വീട്ടിൽ തന്നെ ബാക്കിയാണ്. വീട്ടിൽ അല്ലാഹു തആല തിരിച്ചേൽപ്പിക്കുകയാണ്.
യഹൂദിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റണ്ടായി. സ്വലാത്തിന്റെ സ്വാധീനമായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് എന്തും അള്ളാഹു പരിഹരിക്കുമെന്ന നിയ്യത്ത് അയാളുടെ മനസ്സിൽ വന്നപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ മുസ്ലിമായി. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ മുസ്ലിമായി. ഇതാണ് സ്വലാത്ത് കൊണ്ട് എന്തും ഏത് പ്രശ്നങ്ങളും ദുനിയാവിന്റെ പ്രശ്നമാണെങ്കിലും ആഖിറത്തിന്റെ പ്രശ്നമാണെങ്കിലും അള്ളാഹു പരിഹരിച്ചു തരുന്ന ധാരാളം ഷാബാനാണ്, റമദാനാണ്, ഇഷ്ടംപോലെ സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുത്താൽ അവിടുത്തെ ശഫാഅത്ത് നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ആ ശഫാഅത്തിൽ ഒരുമിച്ചുകൂടാ നമുക്ക് ഭാഗ്യമുണ്ടാവും. പടച്ചറപ്പ് നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനും ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഖൽബ് കൊണ്ട് അടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ധാരാളം പണ്ട് മുതൽ നമ്മുടെ ഉമ്മമാർ ആദ്യമായി നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ അല്ലാഹ് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം ഇന്ന് വരെ ഹബീബിനെ ഞങ്ങൾ മറന്നിട്ടില്ല. പടച്ചോനെ ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ ഇത് ഹബീബിന്റെ സുന്നത്താണ്. നമ്മുടെ താടി, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ നടത്തം, ഇരുത്തം, കിടത്തം എല്ലാം നാം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണിത് എന്ന നിയത്തോടെ ഞങ്ങൾ ചെയ്യുന്നവരാണ്, ചെല്ലുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. അത് കാരണമായി നമ്മുടെ ഖൽബ് കൊണ്ട് ഹബീബായ തങ്ങളിലേക്ക് ഒരു ബന്ധം നൽകണേ, അവർക്ക് ഒരു അടുപ്പം നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുള്ള ഒരാളുടെ ഒരു കൂട്ടുകാരൻ ഇന്ന് സ്വന്തമായ ഒരു വീടിന് കുട്ടിയടിക്കൽ പരിപാടിയാണ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ പടച്ചോനെ ശഅബാന മാസമാണല്ലോ കടന്നു വരുന്നത്, റമദാനാണ്. പടച്ചോനെ പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, കടങ്ങളില്ലാതെ, പകുതിയിൽ നിരുത്തരാവാതെ പടച്ചവനെ ആ വലിയ സ്വപ്നമാകുന്ന വീട് അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലോ. അതിന്റെ വേണ്ട മദതുകൾ, സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണേ അല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങൾ വീടില്ലാതെ ബേജാറായവരാ. പടച്ചവനെ നീ സഹായിക്കണേ അല്ലോ. എത്രയോ ആളുകൾ വീടിന്റെ കാര്യം തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതിയിലായി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പടച്ചവനെ നീ സഹായിക്കണേ അല്ലോ, നീ സഹായിക്കണേ അല്ലോ. റബ്ബേ ഉണ്ടാക്കിയ വീടിന്റെ കടം ഇന്ന് വരെ തീർന്നിട്ടില്ലല്ലോ എന്ന സങ്കടത്തോടെ കഴിയുന്ന ആളുകളുമുണ്ട്. പടച്ചവനെ എല്ലാവർക്കും വേണ്ടത് നിന്റെ സഹായമാണ്, നിന്റെ മദതാണ്. വിശാലമായ ആ നിന്റെ ഖസനാവിൽ നിന്ന് റബ്ബേ ഓരോ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സഹായിച്ചാൽ പടച്ചവനെ അല്ലാഹ് മറ്റൊരാളുടെ സഹായം വേണ്ടി വരൂലല്ലോ അല്ലാഹ്. റബ്ബേ എവിടെയോ എറിയപ്പെട്ട ഒരു മുത്ത് പടച്ചവനെ അത് നീ തിരിച്ചേൽപ്പിച്ചവനാണെങ്കിൽ പടച്ചവനെ നിനക്ക് കഴിയുമല്ലോ. നിന്റെ ഖുദ്റത്ത് വിശാലമാണ്. ഇന്നക ഖദീറുൻ, ഇന്നക ഖദീറുൻ, ഇന്നക ഖദീറുൻ. നീ ഖുദ്റത്തുള്ളവനാണ് റബ്ബേ. ആ നിന്റെ ഖുദ്റത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാഹ്. റബ്ബേ ഒരു ഉമ്മാന്റെ കണ്ണിന്റെ കാര്യത്തിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ എവിടൊക്കെ രോഗികളായി കഴിയുന്ന നമ്മുടെ കുടുംബങ്ങളും സ്നേഹിതന്മാരും വസിയ്യത്ത് ചെയ്തവരുണ്ടോ ഷാഫിയായ അല്ലാഹ് ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ റബ്ബേ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളും ആഫിയത്തും ആരോഗ്യവും ദീർഘ ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ സ്വാലിഹിതരെ ഗൾഫിൽ പോയി പടച്ചവനെപ്പോഴും നമ്മുടെ പണിയും ക്ലാസ് നമ്മുടെ പണിയെ വലിയ സ്നേഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹുവേ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് എല്ലാ പ്രവാസികളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതിയ ആളുകൾ പടച്ചവനെ യാ അല്ലാഹ് ഒരു പ്രയാസവും ഇല്ലാതെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ആ പുണ്യകർമ്മം ചെയ്യാൻ എല്ലാ മദതും നീ ചെയ്യണേ റബ്ബേ. അന്ന് എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണേ റബ്ബേ. നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് ഉംറകൾ, നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് അഅ്മാലുകൾ രണ്ട് ഹറമിന്റെ മണ്ണിലും ധാരാളമായി ചെയ്യാൻ നീയത്ത് ചെയ്തവർക്കും മനസ്സിൽ കരുതിയ ഞങ്ങൾക്കും റബ്ബേ കൊതിച്ചു നിൽക്കുന്ന എല്ലാവർക്കും നീ തൗഫീഖ് നൽകല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله